ഹായ് ഓൾ, കേരള ലോ അക്കാഡമിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കേരള ലോ അക്കാഡമിയുടെ എൻട്രൻസ് എഴുതുന്നവർക്ക് മാത്രമല്ല 3 ഇയർക്കാർക്കും ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് അവർക്കും ഈ വീഡിയോസ് കണ്ട് ഇതിലെ ക്വസ്റ്റ്യൻസ് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഏത് വർഷമാണ് വന്നത്? 1947 ആണോ, 1948, 1949, 1950? റൈറ്റ് ആൻസർ 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വന്നത്. അടുത്തത് വിച്ച് ക്ലോസ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദി പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ലിബർട്ടി ഓഫ് തോട്ട്സ്, ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ്, റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ്, യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. പ്രിയാമ്പിളിൽ പറയാത്തത് റിലേഷൻ വിത്ത് ഫോറിൻ കൺട്രീസ്. അടുത്തത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ റൈറ്റ്? റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ആൻസർ ബി ആണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി. അടുത്തത് ജൂറിസ്പ്രുഡൻസ് മീൻസ് ഓപ്ഷൻ എ ജഡ്ജ് മെയ്ഡ് ലോ, ഓപ്ഷൻ ബി ലോ enacted by the parliament, ഓപ്ഷൻ സി സയൻസ് ഓഫ് ലോ ആൻഡ് ഓപ്ഷൻ ഡി ലോ ഓഫ് സൊസൈറ്റി. ആൻസർ ഓപ്ഷൻ സി ആണ്, സയൻസ് ഓഫ് ലോ. അടുത്തത് പേഴ്സണൽ ലോസ് ആർ സ്പെഷ്യൽ ലോസ്. ഓപ്ഷൻ എ ആപ്ലിക്കബിൾ ടു പേഴ്സൺ ഫോർ പ്രൊട്ടക്റ്റിംഗ് പേഴ്സണൽ റിസോഴ്സസ്, ഓപ്ഷൻ ബി ആപ്ലിക്കേഷൻ ടു പേഴ്സൺസ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻസ്, ഓപ്ഷൻ സി ആപ്ലിക്കേഷൻ ടു പേഴ്സൺസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദെയർ പ്രോപ്പർട്ടി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, പേഴ്സൺസ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ. അടുത്ത ക്വസ്റ്റ്യൻ ദ റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് ആർ ഡെൽറ്റ് അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 226, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ 136, ഓപ്ഷൻ സി ആർട്ടിക്കിൾ 32 ആൻഡ് ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 52. റിട്ട് ജൂറിസ്ഡിക്ഷൻ ഓഫ് ഹൈക്കോർട്ട് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 226 ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ഫുൾ ബെഞ്ച് മീൻസ് ഓപ്ഷൻ എ കോർട്ട് കമ്പോസ്ഡ് ഓഫ് 2 ജഡ്ജസ്, ഓപ്ഷൻ ബി കോർട്ട് കമ്പോസ്ഡ് ഓഫ് 2 ജഡ്ജസ് ആൻഡ് 2 ബെഞ്ച് ക്ലർക്സ്, ഓപ്ഷൻ സി കോർട്ട് കമ്പോസ്ഡ് ഓഫ് 3 or more ജഡ്ജസ് ആൻഡ് ഓപ്ഷൻ ഡി കോർട്ട് കമ്പോസ്ഡ് ഓഫ് 3 ജഡ്ജസ് ആൻഡ് 3 ബെഞ്ച് ക്ലർക്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, കോർട്ട് കമ്പോസ്ഡ് ഓഫ് 3 or more ജഡ്ജസ്. അടുത്തത് ഇൻഹെറിറ്റൻസ് മീൻസ് ഓപ്ഷൻ എ ഡെവല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ഓൺ ദി ലീഗൽ ഹയേഴ്സ് എലൈവ്, ഓപ്ഷൻ ബി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി among family members and option C devolution of property on the death of a person and option D none of these. correct answer option C ആണ്. അടുത്തത് FIR മീൻസ് FIR എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടാണ്. തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ആൻ അഡ്വക്കേറ്റ് അപ്പോയിൻറ്റഡ് ടു കണ്ടക്ട് പ്രോസിക്യൂഷൻ ഓൺ ബിഹാഫ് ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് വേണ്ടി ഹാജരാകുന്ന അഡ്വക്കേറ്റിനെ നമ്മൾ പറയുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ റിട്ട് റിക്വയറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് അൺലോഫുള്ളി ഡീറ്റെയിൻഡ് പേഴ്സൺ ബിഫോർ ദ കോർട്ട്, ഓപ്ഷൻ ബി റിട്ട് റിക്വയറിംഗ് ദി പ്രൊഡക്ഷൻ ഓഫ് ആൻ അറസ്റ്റഡ് പേഴ്സൺ ബിഫോർ ദി കോർട്ട്, ഓപ്ഷൻ സി റിട്ട് ഫോർ പ്രൊഡ്യൂസിംഗ് ഹാബിച്വൽ ക്രിമിനൽസ് ബിഫോർ ദി കോർട്ട് ആൻഡ് ഓപ്ഷൻ ഡി റിട്ട് ഫോർ പ്രൊഡ്യൂസിംഗ് ഹസ്ബൻഡ് ബിഫോർ ദി കോർട്ട് ഇൻ എ മെയിൻ്റനൻസ് കേസ്. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്തത് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഇസ് അപ്പോയിൻറ്റഡ് ബൈ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. അടുത്തത് ലോകായുക്ത ഇസ് എൻ അതോറിറ്റി. ഓപ്ഷൻ എ ഫോർ മേക്കിംഗ് എൻക്വയറീസ് ഇൻ ടു ദ ആക്ട് ഓഫ് പൊളിറ്റീഷ്യൻസ്, ഓപ്ഷൻ ബി ഫോർ മേക്കിംഗ് എൻക്വയറീസ് ഇൻ ടു ദി corruption of political leaders, option C to compel an authority to do a duty imposed by law and option D for making inquiries into an action or omission by public servants. ലോകായുക്തയുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഡെൽറ്റ് അണ്ടർ അറിയാലോ ആർട്ടിക്കിൾ 21 ആണ്. ദെൻ എ കോർട്ട് ഹാവിംഗ് ദ പവർ ടു പണിഷ് ഫോർ ഇറ്റ്സ് ഓൺ കണ്ടംപ്റ്റ് ഈസ് ഓപ്ഷൻ എ കോർട്ട് ഓഫ് റെക്കോർഡ്, ഓപ്ഷൻ ബി സ്പെഷ്യൽ കോർട്ട്, ഓപ്ഷൻ സി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആൻഡ് ഓപ്ഷൻ ഡി അപ്പെക്സ് കോർട്ട്. റൈറ്റ് ആൻസർ കോർട്ട് ഓഫ് റെക്കോർഡ് ഓപ്ഷൻ എ. അടുത്തത് പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ എ കോർട്ട് ഫോർ ദി മാനേജ്മെൻറ്റ് ഓഫ് എ പ്രോപ്പർട്ടി അണ്ടർ ലിറ്റിഗേഷൻ ഈസ് ഓപ്ഷൻ എ ലിറ്റിഗേറ്റർ, ഓപ്ഷൻ ബി റിസീവർ, ഓപ്ഷൻ സി പ്രൊപ്രിയേറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ഡെപ്പോണൻറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, റിസീവർ. അടുത്തത് എ നോട്ടീസ് ഓഫ് കോർട്ട് ordering a person to present before the judge.
ഓപ്ഷൻ എ സമൻസ്, ഓപ്ഷൻ ബി വാറന്റ്, ഓപ്ഷൻ സി അഡ്വക്കേറ്റ് നോട്ടീസ് ആൻഡ് ഓപ്ഷൻ ഡി ജുഡീഷ്യൽ ഓർഡർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് സമൻസ്. അടുത്തത്, ഇൻ എ ക്രിമിനൽ ലോ ഇൻസാനിറ്റി ഈസ് ആൻ. ഓപ്ഷൻ എ സിവിൽ റോങ്, ഓപ്ഷൻ ബി ഡിഫെൻസ്, ഓപ്ഷൻ സി ഒഫെൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഒഫെൻസ് അഗൈൻസ്റ്റ് ദി സ്റ്റേറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഡിഫെൻസ്. അടുത്തത്, ദി പവർ ഓഫ് പാർഡൻ വെസ്റ്റ് വിത്ത്. ഓപ്ഷൻ എ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട്സ്, ദെൻ ഓപ്ഷൻ സി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആൻഡ് ഗവർണേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഓപ്ഷൻ ഡി യൂണിയൻ ക്യാബിനറ്റ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. അടുത്ത, പേഴ്സൺ ഹു ഇൻസ്റ്റിഗേറ്റ് അനദർ പേഴ്സൺ ടു ഡു എ ക്രൈം ഈസ് അബറ്റർ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ എ ആണ്. അടുത്തത്, ദ വേർഡ് ഡിസീസ്ഡ് ഇൻ എ ലോ മീൻസ്. ഡിസീസ്ഡ് എന്ന് പറഞ്ഞാൽ ഡെഡ് എന്നാണ് അർത്ഥം. ഡെഡ് പേഴ്സണെയാണ് സൂചിപ്പിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ലോ ഓഫ് എവിഡൻസ് എ ലീഡിംഗ് ക്വസ്റ്റ്യൻ മീൻസ്. ഓപ്ഷൻ എ ക്വസ്റ്റ്യൻ സജസ്റ്റിംഗ് ദി ആൻസർ, ഓപ്ഷൻ ബി ക്വസ്റ്റ്യൻ ടു എക്സ്ട്രാക്ട് എവിഡൻസ്, ഓപ്ഷൻ സി ക്വസ്റ്റ്യൻ leading to the fact of the case and option D question put up by the judges. Correct answer option A ആണ്, question suggesting the answer. അടുത്തത്, പണിഷ്മെൻറ്റ് ഫോർ മർഡർ ഈസ് ഡെൽറ്റ് അണ്ടർ. പണിഷ്മെൻറ്റ് ഫോർ മർഡർ പറയുന്നത് സെക്ഷൻ 302 ഓഫ് IPC ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, സെക്ഷൻ 302 ഓഫ് IPC. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വന്നാക്രൈ റാൻസംവെയർ അറ്റാക്ക് ഈസ്. ഓപ്ഷൻ എ ക്രിമിനൽ ഒഫൻസ്, ഓപ്ഷൻ ബി സൈബർ ക്രൈം, ഓപ്ഷൻ സി ഒഫൻസ് അഗൻസ്റ്റ് ബാങ്ക്സ് ആൻഡ് ഓപ്ഷൻ ഡി ഇൻ്റലക്ച്വൽ ക്രൈം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സൈബർ ക്രൈം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻറ്റൻഷൻ ടു കമ്മിറ്റ് എ ക്രൈം ഈസ്. ഓപ്ഷൻ എ പണിഷബിൾ, ഓപ്ഷൻ ബി നോട്ട് പണിഷബിൾ, ഓപ്ഷൻ സി ഓൾവേസ് പണിഷബിൾ ആൻഡ് ഓപ്ഷൻ ഡി ഇൻ റെയർ കേസസ് പണിഷബിൾ. ആൻസർ ഓപ്ഷൻ ബി ആണ്, നോട്ട് പണിഷബിൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഹാർവാർഡ് ലോ സ്കൂൾ, വൺ ഓഫ് ദി ടോപ്പ് റാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഇൻ ദ വേൾഡ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഓപ്ഷൻ എ മസാച്യുസെറ്റ്സ്, ഓപ്ഷൻ ബി കാലിഫോർണിയ, ഓപ്ഷൻ സി ടെക്സാസ് ആൻഡ് ഓപ്ഷൻ ഡി വിർജീനിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ sentenced Justice C.S. Karnan to the 6 months imprisonment. What was the charge against him? Option A nepotism, option B negligence of duty, option C bribery and option D contempt of court. Correct answer option D ആണ്, contempt of court. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The scheme of the union government Uday Desh Ka Aam Nagarik is aimed at providing option A facility to start small scale industries by women entrepreneurs, option B affordable higher education to students from the weaker sections of the society and option C affordable air travel facility to the common man and option D none of these. Correct answer option C ആണ്. The headquarters of the New Development Bank, also known as BRICS Bank, is at ഓപ്ഷൻ എ കോലാലംപൂർ മലേഷ്യ, ഓപ്ഷൻ ബി ടോക്കിയോ ജപ്പാൻ, ഓപ്ഷൻ സി ഷാങ്ഹായ് ചൈന ആൻഡ് ഓപ്ഷൻ ഡി മുംബൈ ഇന്ത്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത്, ദി നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഓപ്ഷൻ എ പൂനെ, ഓപ്ഷൻ ബി ന്യൂഡൽഹി, ഓപ്ഷൻ സി മുംബൈ ആൻഡ് ഓപ്ഷൻ ഡി ബംഗളൂരു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബംഗളൂരു. അടുത്തത്, ടൂർ ഡെ ഫ്രാൻസ് ഈസ് എ ഫേമസ്. ഓപ്ഷൻ എ മാരത്തോൺ, ഓപ്ഷൻ ബി കാർ റേസ്, ഓപ്ഷൻ സി ബൈസൈക്കിൾ റേസ് ആൻഡ് ഓപ്ഷൻ ഡി കണ്ടക്ടഡ് ടൂർ പ്രോഗ്രാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബൈസൈക്കിൾ റേസ്. അടുത്തത്, ദി പ്രിൻസിപ്പൽ ബെഞ്ച് ഓഫ് ദി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ. ഓപ്ഷൻ എ ഭോപ്പാൽ, ഓപ്ഷൻ ബി ഡെറാഡൂൺ, ഓപ്ഷൻ സി ന്യൂഡൽഹി ആൻഡ് ഓപ്ഷൻ ഡി പൂനെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ന്യൂഡൽഹി. ദെൻ ആക്നെ affects which part of the human body? Option A face, option B liver, option C lungs and option D stomach. Correct answer option A ആണ്, face. അടുത്തത്, the rule for imposing ban on smoking in public places was formed on the basis of which act passed by the union government. അപ്പോൾ ban on smoking in public places ബാൻ ചെയ്തത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്,
അടുത്തത് ബേക്കിംഗ് സോഡ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ദി ആറ്റംസ് ഓഫ് ഡാഷ് എലമെൻറ്റ്സ്. ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 5 ആൻഡ് ഓപ്ഷൻ ഡി 2. കറക്റ്റ് ആൻസർ 4 ആണ്. 4 എലമെൻറ്റ്സ് ആണ്. അടുത്തത് വിയന്ന ഇസ് ദി ക്യാപിറ്റൽ ഓഫ്. ഓപ്ഷൻ എ ഓസ്ട്രിയ, ഓപ്ഷൻ ബി ലക്സംബർഗ്, ഓപ്ഷൻ സി ഹംഗറി ആൻഡ് ഓപ്ഷൻ ഡി ഡെൻമാർക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഓസ്ട്രിയ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫേമസ് മോണുമെൻറ്റ് ഗോൾ ഗുംബാസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി ഗുജറാത്ത് ആൻഡ് ഓപ്ഷൻ ഡി കർണാടക. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, കർണാടക. അടുത്തത് ക്രിസ്മസ് ഐലൻഡ് ഇൻ ഇന്ത്യൻ ഓഷ്യൻ ഇസ് ദി ടെറിട്ടറി ഓഫ് വിച്ച് കൺട്രി. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഇന്ത്യ, ഓപ്ഷൻ സി ജപ്പാൻ ആൻഡ് ഓപ്ഷൻ ഡി ഓസ്ട്രേലിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓസ്ട്രേലിയ. അടുത്തത് ദി മുഗൾ എംപറർ ഷാജഹാൻ ഹു ബിൽറ്റ് ദി ഫേമസ് മോണുമെൻറ്റ് താജ്മഹൽ വാസ് ദി സൺ ഓഫ്. ഓപ്ഷൻ എ ജഹാംഗീർ, ഓപ്ഷൻ ബി അക്ബർ, ഓപ്ഷൻ സി ഹുമയൂൺ ആൻഡ് ഓപ്ഷൻ ഡി ഔറംഗസീബ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ജഹാംഗീർ. അടുത്തത് ദി ലോങ്സ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ ഈസ്. ഓപ്ഷൻ എ ഗാന്ധി സേതു, ഓപ്ഷൻ ബി ധോള സാദിയ ബ്രിഡ്ജ്, ഓപ്ഷൻ സി വിക്രം ശില സേതു ആൻഡ് ഓപ്ഷൻ ഡി ദിഗ സോൻപൂർ ബ്രിഡ്ജ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ധോള സാദിയ ബ്രിഡ്ജ്. ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എക്സാമിന് ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.